വാർത്തയിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും UDF-ന്റെ ഘടകകക്ഷിയെപ്പോലെ പ്രവർത്തിക്കുന്നു. ഒരു വർഗീയതയോടും CPIM സന്ധി ചെയ്യില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുസ്ലിം സമുദായത്തിലെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം. UDF-ഉം ജമാഅത്തെ ഇസ്ലാമും ആണ് എന്നുള്ളതാണ്. അപ്പോൾ UDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDP-യെയും ചേർത്ത് നടത്തുകയാണ്. ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നൃപൻ, A വിജയരാഘവൻ പറഞ്ഞ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ലീഗുമടക്കം കൊണ്ടുപിടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. A വിജയരാഘവൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ UDF വർഗീയ ചേരിയുടെ വോട്ട് മേടിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക വർഗീയ ചേരിയുടെ അതിനെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലായിരിക്കണം ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അദ്ദേഹം എന്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്? എന്താണ് A വിജയരാഘവൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താണ്? ഒപ്പം തന്നെ UDF-ന്റെ വർഗീയ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? സിജു, അങ്ങനെ തന്നെയാണ്. അതായത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A വിജയരാഘവൻ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഒഴിവാക്കി ഏകദേശം ഒരു ചെറിയൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത ശേഷം അത് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും തുറന്ന് എതിർക്കേണ്ട ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന പ്രസംഗത്തിന്റെ ഭാഗത്തെ പരമാവധി വക്രീകരിച്ചുകൊണ്ട് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനയാണ് വിജയരാഘവൻ നടത്തിയത് എന്നതാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് വ്യക്തത വരുത്തി, അക്കാര്യത്തിൽ പൂർണ്ണമായി വ്യക്തത വരുത്തി പാർട്ടിയുടെയും CPM-ന്റെയും നയം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അല്പം മുമ്പ് വ്യക്തമാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്ക് എതിരല്ല, RSS വിമർശനം ഹിന്ദുക്കൾക്കും എതിരാകുന്നില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ രാജ്യത്ത് ശക്തമായി വരുന്നു. അതിൽ രണ്ടുപേരെയും ഒരുപോലെ തുല്യമായി എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും മതേതരവാദികളാണ്. മുസ്ലിം വർഗീയവാദത്തിന്റെ പ്രധാനികളായി അത് നടത്തുന്നത് ന്യൂനപക്ഷം മുസ്ലിം വിഭാഗത്തിലെ വളരെ ചെറു ന്യൂനപക്ഷം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും പ്രതികരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും സഖ്യകക്ഷിയായി കോൺഗ്രസും ലീഗും അക്കാര്യത്തിൽ വഴങ്ങുന്നു എന്ന വിമർശനമാണ് CPM-നുള്ളത്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള A വിജയരാഘവൻ പറഞ്ഞത്. SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കളായി മുസ്ലിം ലീഗിനെ മാറ്റാൻ അവർ ശ്രമിക്കുകയാണ്. SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് പിടിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി കണ്ട കാര്യമാണ്. അത് അങ്ങനെ ആകരുത്, ലീഗ് അടക്കമുള്ള കക്ഷികൾ SDP-യെയും മുസ്ലിം ലീഗിന്റെയും ഭാഗമായി മാറരുത് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളതിൽ CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPM-ന്റെ എൽക്കാലത്തെയും നയമാണ്. ആ നയം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ സമീപനവും അതാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇടതുപക്ഷം തയ്യാറല്ല. ഏതായാലും വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ, തെറ്റായ പ്രചാരണങ്ങൾ A വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ വരുമ്പോൾ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി, LDF കൺവീനർ, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം PK സ്മിതി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തുകയും ചെയ്തു.